ചൈന സ്വദേശിയുടെയും ഒരു ഇന്തോനേഷ്യൻ സ്വദേശിയുടെയും പരിക്കാണ് ഗുരുതരമായിട്ടുള്ളത്. 40% പൊള്ളലേറ്റിട്ടുണ്ട് ഇവർക്ക്. അവരെ ഇന്നലെ തന്നെ ഐസിയുലേക്ക് മാറ്റിയിരുന്നു. അവരുടെ ആരോഗ്യനില അല്പം ഗുരുതരം എന്നതാണ് ഡോക്ടർമാർ ഇന്നലെ അറിയിക്കുന്നത്. ആന്തര അവയവങ്ങൾക്കടക്കം പൊള്ളലേറ്റിട്ടുണ്ട്. റെസ്പിറേറ്ററി സിസ്റ്റത്തിന് പൊള്ളലേറ്റു, അതായത് ശ്വാസനാളത്തിന് പൊള്ളലേറ്റു എന്നതാണ് ഡോക്ടർമാർ ഇന്നലെ വിശദീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ രണ്ടുപേരുടെ നില ഗുരുതരമാണ്. ശേഷിക്കുന്ന 4 പേര് കൂടി ആശുപത്രിയിലുണ്ട്. പക്ഷെ അവർക്കൊക്കെ നിസ്സാരമായി പരിക്കേറ്റിട്ടേ ഉള്ളൂ. ഒരാളുടെ മുഖത്തും ചെവിക്കും പൊള്ളലേറ്റിട്ടുണ്ട്. അവരെയൊക്കെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ 2 പേരുടെ ആരോഗ്യനിലയിൽ അല്പം ആശങ്കയുണ്ട് എന്നതൊഴിച്ചാൽ ശേഷിക്കുന്ന 4 പേരുടെയും ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്ന് തന്നെ ഡോക്ടർമാർ അറിയിക്കുന്നു. ഇന്നലെയാണ് ഇത് സംബന്ധിച്ച ഒടുവിൽ ഡോക്ടർമാർ സംസാരിച്ചത്. അതിനുശേഷം ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ആശുപത്രി പുറത്തുവിടുകയും ചെയ്യും. അക്കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തതയില്ല. നിസ്സാര പരിക്ക് മാത്രമാണ് അവർക്കുള്ളത്. കാരണം ഇന്നലെ ആംബുലൻസിൽ അവരെ ഈ 4 പേരെ ഇവിടെ എത്തിച്ച സമയത്ത് അവർക്ക് വളരെ വേഗത്തിൽ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു. നടന്നാണ് അവർ ആശുപത്രിയുടെ എമർജൻസിയിലേക്ക് കടന്നുപോയത്. അത്രയും അവർക്ക് പരിക്ക് ഗുരുതരമല്ല, ആരോഗ്യസ്ഥിതി മോശമല്ല എന്നതാണ് അത് വെളിവാക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ ഇന്നോ നാളെയൊക്കെ തന്നെ അവർക്ക് ഡിസ്ചാർജ് ചെയ്യാൻ കഴിയുമായിരിക്കും. പ്രത്യേകിച്ചും ഒരു വലിയ രക്ഷപ്പെടലാണ് അവർ ഉണ്ടായത്. അപ്പോൾ അവർക്കുണ്ടായൊരു മാനസികമായി ഉണ്ടായ പ്രശ്നങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു പക്ഷേ 1-2 അധിക ദിവസം കൂടി ആശുപത്രിയിൽ തുടരാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. ഏതായാലും എല്ലാവിധ ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഡോക്ടർമാരുടെ വലിയ സംഘം തന്നെ ചികിത്സ നൽകാനായി ഇവിടെ ഉണ്ട്. ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്. എത്തിയ സമയത്ത് തന്നെ ആംബുലൻസിൻ്റെ അടക്കമുള്ള സംവിധാനങ്ങൾ അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനുള്ള തരത്തിൽ ആംബുലൻസ് സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. ഒപ്പം തന്നെ ഡോക്ടർമാരുടെ സേവനം എല്ലാ നിമിഷവും ഇവിടെയുണ്ട്. അങ്ങനെ ഈ പരിക്കേറ്റ ആളുകൾക്ക് കൃത്യമായ ചികിത്സ നൽകാനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ തന്നെ എല്ലായിടത്തും സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശേഷിക്കുന്ന 12 പേരാണ്. അവർക്ക് യാതൊരു പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടവരാണ്. അവരെ മംഗളൂരുവിലെ ഒരു ഹോട്ടലിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അവർക്ക് വിശ്രമം ആവശ്യമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഭാഗ്യം കൊണ്ടുള്ളൊരു രക്ഷപ്പെടൽ കൂടിയായി മാറിയ ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ അനുഭവിച്ച ഒരു ട്രോമയുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ അവർക്ക് കുറച്ചുകൂടി വിശ്രമം നൽകേണ്ടതുണ്ട്. അങ്ങനെയാണ് ഈ ആശുപത്രി ഈ ഹോട്ടലിലേക്ക് അവരെ മാറ്റിയിട്ടുള്ളത്. വിദേശ പൗരന്മാരാണ് എല്ലാവരും. വിദേശ പൗരന്മാർ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ പൂർത്തീകരിക്കേണ്ട നടപടിക്രമങ്ങൾ ഇന്നലെ പരിക്കേറ്റവർ അതിവേഗം ആശുപത്രിയിൽ എത്തിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ആ നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തിരിച്ചു പോകുന്ന കാര്യത്തിലൊക്കെ തന്നെ കുറച്ചുകൂടി കഴിഞ്ഞ ശേഷം മാത്രമേ